കർത്താവേ, അത് നീ ആണെങ്കിൽ ഞാനും ഒന്ന് നിന്റെ അടുക്കലേക്ക് കടലിന്റെ മീതെ ഒന്ന് വരാൻ എന്നോടും ഒന്ന് അനുവദിക്കണേ എന്ന് പറഞ്ഞപ്പോൾ യേശു ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ഇല്ല, അത് എന്നെ പോലുള്ള സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവർക്ക് മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞില്ല. 12 പേരിൽ ഒരാള് പറഞ്ഞു, കർത്താവേ, അത് നീ ആണെങ്കിൽ എനിക്കും ഒന്ന് നടക്കണം, അത് നീ ആണെങ്കിൽ, നീ നടന്നെങ്കിൽ എനിക്കുമൊന്ന് നടക്കണം. എന്നാൽ അതേ പത്രോസ്, ആ കടലിന്റെ മീതെ നടന്ന പത്രോസ്, പിന്നെ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം കരയിൽ നിൽക്കുന്നത് യേശുവാണെന്ന് അറിഞ്ഞപ്പോൾ കടലിന്റെ മീതെ നടന്നു എന്ന് എഴുതിയിട്ടില്ല. അവൻ വസ്ത്രം ചുറ്റിയിട്ട് വെള്ളത്തിൽ ചാടി നീന്തി കരക്ക് വന്നെന്നാണ്. അവൻ എപ്പോഴും കടലിന്റെ മീതെ നടന്നെന്ന് അവിടെ എഴുതിയിട്ടില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവം കടലിന്റെ മീതെ നടത്തും. ചില പ്രത്യേക സമയങ്ങളിൽ നമ്മൾ നീന്തേണ്ടി വരും. അയ്യോ, ഇന്നാള് കഴിഞ്ഞിടക്ക് കർത്താവ് കടലിന്റെ മീതെ നടത്തി, ഇപ്പോഴെന്താണ് എന്നെ കർത്താവ് കടലിന്റെ മീതെ നടത്താത്തത്? എടാ, നിനക്ക് നടന്നില്ലെങ്കിൽ നീന്താൻ കഴിയുന്നിടത്ത് നിനക്ക് നീന്താൻ കഴിയും. എന്നാൽ കടലിന്റെ മീതെ അവൻ നടന്നത് എവിടെയാണെന്ന് അറിയാമോ? വലിയ തിരമാലയുള്ളപ്പോൾ. നീന്താൻ കഴിയാത്തിടത്ത് കർത്താവ് അവനെ കടലിന്റെ മീതെ നടത്തി. നീന്താൻ കഴിയുന്നിടത്ത് അവൻ തന്നെ നീന്തി കരയിലെത്തി. അതായത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം കർത്താവ് ചെയ്യില്ല. നമുക്ക് ചെയ്യാൻ കഴിയാത്ത സമയത്ത് കർത്താവിന്റെ കരം നീട്ട്.